230 വീടാണ് കൊടുക്കേണ്ടത്. ഈ പണം പിടിച്ചിട്ടുണ്ട്. ഈ കോടിക്കണക്കിന് റുപ്യ അവർ പിരിച്ചു എന്നാണ് പറയുന്നത്. അധ്യാപകർ, ജീവനക്കാർ, അതുപോലെ തന്നെ MP-മാർ, MLA-മാർ, അതുപോലെ ആപ്പ് ഉണ്ടാക്കിയിട്ട് ആപ്പ് വഴിയോ ഒക്കെ പിരിച്ച കോടിക്കണക്കിന് റുപ്യ എവിടെയാണ് എന്നുള്ളതിനെപ്പറ്റി അവർ പറയണമല്ലോ. പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. ഈ പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് 3 ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് അതിൻ്റെ റോഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ബാക്കി എവിടെയാണ് സ്ഥലം ഉണ്ടാകുക? എവിടെയാണ് ഈ 230 വീടുണ്ടാക്കുക? 1 കോടി റുപ്യയാണ് യൂത്ത് കോൺഗ്രസ് പിരിച്ചതെന്നാണ് പറയുന്നത്. ബാക്കി എവിടെയാണ് പോയത്? 20 കോടി റുപ്യയാണ് DYFI മാത്രം പിരിച്ചു കൊടുത്തത്. അത് പിരിച്ച് അവരെടുക്കല്ലേ, പിരിച്ചു കൊടുക്കുക ഇല്ല ഗവൺമെൻറ്റിന്. പക്ഷേ ഇതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസിൻ്റെ. ഇവിടെ തന്നെ വിജയൻ്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള കാര്യം നമുക്കറിയാലോ. ഞങ്ങളെല്ലാം ശക്തിയായി ഇടപെട്ടപ്പോഴാണ് ആ പാവപ്പെട്ട കുടുംബത്തിന് നല്ലൊരു ആശ്വാസം കിട്ടിയത്. കൊടുക്കേണ്ടി വന്നു കോൺഗ്രസിന്, അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. ഒന്നും കൊടുത്തില്ല എന്നാണ് പറയുന്നത്. വലിയ കാര്യം തന്നെയാണ്. ഞാനത് പിന്നെ അങ്ങനെ പറയേണ്ട വെച്ചിട്ട് പറയാതിരുന്നതാണ്. MP-മാരും MLA-മാരെല്ലാം അവരുടെ 1 മാസത്തെ ശമ്പളം കൊടുക്കണമെന്ന് പൊതുവേ തീരുമാനിച്ചതാണ്. ഞങ്ങളെല്ലാം കൊടുത്തതാണ്. ഞങ്ങളെല്ലാം ശമ്പളം ഞാനിപ്പോൾ MLA ആണല്ലോ. MLA എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം കൊടുത്തതാണ്. അവരെന്നെ ആ മാസത്തെ പൂർണ്ണമായിട്ട് പൈസ അങ്ങോട്ട് കൊടുക്കുക ചെയ്തത്. എല്ലാ MLA-മാരും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന MLA-മാരൊന്നും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. കൊടുത്തുകൂടാന്നാണ് പറഞ്ഞത്. ഉദ്യോഗസ്ഥന്മാർ 1 മാസം ശമ്പളം കൊടുക്കണം, അഡ്വാൻസായിട്ട് തിരിച്ചു കൊടുക്കുന്നു. അതും കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു. ഇങ്ങനെയെല്ലാമുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഒരു വികസനത്തെയും അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സംഭവം. ആരാ രാജി? എന്തിനു രാജി ആവശ്യപ്പെടുന്നുണ്ട്? അല്ല, അവർ പ്രതിഷേധിക്കുക. എവിടെ പ്രതിഷേധിച്ചു? എന്ത് പ്രതിഷേധം? അതിന് പ്രതിഷേധമൊന്നുമല്ല പറയുക, കാട്ടിക്കൂട്ടലാണ്. അതായത് നിയമസഭയിൽ കേൾക്ക്, അങ്ങനെ വെറുതെ വേണ്ടാതെ പദവി ഉപയോഗിച്ചാൽ ശരിയാവില്ലല്ലോ. നിയമസഭയിൽ പ്രതിഷേധിക്കാനുള്ള, പ്രമേയം പാസ്സാക്കാനുള്ള, പ്രമേയം അവതരിപ്പിക്കാനുള്ള എല്ലാ സൗകര്യവും ഭരണഘടനാപരമായിട്ടുണ്ട്. അതൊന്നും ഉപയോഗിക്കാതെ കോപ്രായം കാണിക്കുന്ന നിലയാണ് അവിടെ ഉണ്ടായത്. അവിടെ ശരിയായ രീതിയിൽ നിങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നാൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുമല്ലോ. ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സില്ല. എന്താ കാര്യം? അപ്പോഴും സോണിയാഗാന്ധിയെ കണ്ടതിനെപ്പറ്റി പറയും. അതുപോലെ തന്നെ വാജി വാഹനം കൊടുത്തതിനെപ്പറ്റി പറയും. അതുപോലെ അവിടുത്തെ കൊടിമരം, വളരെ സുന്ദരമായിട്ട് ഉറപ്പിച്ചിരുന്ന കൊടിമരം ചെതല് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് മാറ്റുന്നതിനെ പറ്റി പറയും. അന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയും. ഈ പറയുന്ന രീതിയിൽ ഈ പോറ്റിയെ കയറ്റിയത് ആരപ്പാകുന്നുള്ള പാടുണ്ടല്ലോ. കയറ്റിയത് ആരപ്പാകുന്ന കൃത്യമായിട്ട് മനസ്സിലായല്ലോ. അത് KC വേണുഗോപാലിൻ്റെ കാലത്താണെന്നാണല്ലോ എല്ലാവർക്കും മനസ്സിലായത്. അപ്പോൾ എല്ലാം തിരിഞ്ഞു കുത്തുന്നു എന്ന് വന്നപ്പോൾ ഒളിച്ചോടുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം. UDF ഒളിച്ചോട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രതിഷേധമല്ല, കാട്ടിക്കൂട്ടി എന്തൊക്കെയോ സ്പീക്കർക്കെതിരായിട്ടും അതുപോലെ തന്നെ വർത്തമാനം പറഞ്ഞ് ചീത്ത പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. മാന്യമായിട്ട് പാർലമെൻ്ററി സിസ്റ്റം അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രതിഷേധിക്കാനോ പറയാനോ അവർ തയ്യാറില്ല. അത് അവർക്ക് തന്നെ എതിരായിട്ട് വരുന്നു എന്ന് വന്നപ്പോഴാണ് അങ്ങനെ ആ നിലപാട്. മുമ്പെന്തൊരു സന്തോഷമായിരുന്നു നിങ്ങൾക്ക് തന്നെ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ മാറിയല്ലോ. തന്ത്രീൻ്റെ വീട്ടിലേക്ക് ജാഥയായിട്ടല്ലേ BJP-ക്കാർ പോയത്. എന്താ BJP-ക്കാർക്ക് ഇത്ര ബന്ധം തന്ത്രിയായിട്ട്? പിന്നെ പറയാ അതേന്ന് പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതി പറഞ്ഞാലും ആര് പറഞ്ഞാലും തൃപ്തിയാവുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ അവരിതിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്ന് മനസ്സിലായി. ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ടുള്ള 10 കൊല്ലമല്ല അങ്ങോട്ടുള്ള 10 കൊല്ലവും കൂടി അന്വേഷിക്കണം. ആ 10 കൊല്ലം കൂടി അന്വേഷിച്ചാൽ വളരെ വ്യക്തമല്ലേ ഇവരെല്ലാം കൃത്യമായിട്ട് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് വ്യക്തമല്ലേ. കോടിക്കണക്കിന് ഉറുപ്പ് പിരിച്ചിട്ടുണ്ട് ഈ കൊടിമരം മാറ്റാൻ. എന്നിട്ട് ആ ഒരു നയാ പൈസ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഒരാളാണത് സ്പോൺസർ ചെയ്തത്. അവിടെയാണ് ഈ വഞ്ചി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പഴക്കമുള്ളതാണല്ലോ. അതിൻ്റെ മൂല്യം എത്രയാണെന്ന് ആർക്കും പറയുന്നില്ല. അത് തന്ത്രി കൊടുക്കാൻ പാടില്ല. 10 കിലോ ആണ് അതിൻ്റെ ഭാരം. അത് പഞ്ചലോഹമാണ്. അതിൻ്റെ മേലെ സ്വർണം പതിച്ചതാണ്. ആ സ്വർണം പതിച്ചത് ഉൾപ്പെടെയാണ് കൊണ്ട് കൊടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് എത്രയാണ് ഇങ്ങോട്ട് പോകുന്നത് നമുക്ക് പറയാൻ അറിയില്ല. അതുകൊണ്ട് അന്വേഷിക്കണ്ടേ? അതെല്ലാം അന്വേഷിക്കേണ്ടി വരും. അന്വേഷിക്കുന്നതിന് വേണ്ടി സമയമെടുക്കുമെന്നുള്ളത് കൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് SIT അന്വേഷണത്തിന് ഞങ്ങൾ തൃപ്തരാണ്. ശരിയായ ദിശാബോധത്തോടുകൂടിയാണ് അവർ പോകുന്നത്. ജാമ്യം കിട്ടി എന്നുള്ളത് കൊണ്ടൊന്നും അവരാരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ഞങ്ങളല്ല പറഞ്ഞത്, കോടതിയാണ് പറഞ്ഞത്. പക്ഷേ VD സതീശനാവും ജാമ്യം കിട്ടിയതിനെപ്പറ്റി വലിയ പ്രയാസം. ഇന്ന് മനോരമ പത്രത്തിൻ്റെ ഹെഡിങ്ങിൽ എന്താ വാർത്ത? വായിച്ചു നോക്ക്.
എന്താ വാർത്ത? നേരത്തെ പോറ്റിയെ കയറ്റി എന്നാണ്, ഇപ്പോഴോ പോറ്റിയെ ഇറക്കി. ആരിറക്കിയതാ? ഇതെല്ലാം ആളെ പറ്റിക്കാൻ വേണ്ടി എഴുതി കൂട്ടുകയാണ്. അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വെച്ചിട്ട് ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എഴുതുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കതിനകത്ത് ഒരു പ്രശ്നമില്ല. ഗവൺമെൻറ്റാണ് യഥാർത്ഥത്തിൽ ഇതിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുള്ളത് അന്വേഷണത്തിന്. അതുകൊണ്ടാണ് ഇവരെല്ലാം ജയിലിൽ കിടക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഒരു തരി സ്വർണം അയ്യപ്പന് നഷ്ടപ്പെടാൻ പാടില്ല. ഒരാളും ഇതിൻ്റെ ഭാഗവാക്കായിട്ടുള്ള ആളുകൾ നിയമത്തിൻ്റെ മുമ്പിൽ വരാതിരുന്നുകൂടാ. ആരാണോ അവരെ ശിക്ഷിക്കപ്പെടണം. ഒരാളെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. അതന്നും പറഞ്ഞു, ഇന്നും പറഞ്ഞു. UDF-ഉം BJP മാറ്റി പറഞ്ഞു. ഇപ്പോഴവർക്ക് SIT വേണ്ട, CBI അന്വേഷണം വേണം. CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയി. രാജീവ് ചന്ദ്രശേഖരനും പോയി, തന്ത്രി സമാജവും പോയി, അതുപോലെ തന്നെ ക്ഷേത്ര സംരക്ഷണ സമിതിയും പോയി. കോടതി നന്നായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം വേണമെന്ന് പറയുന്നത്? CBI അന്വേഷണം എന്ന് പറഞ്ഞാൽ ആരാ? CBI എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ ഡെപ്യൂട്ടേഷനിൽ പോയിട്ടുള്ളത്. അവർ വേറെ എന്ത് അന്വേഷണം നടത്താനാണ്? ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ പൂർണ്ണ സംതൃപ്തിയുണ്ട്. അതുകൊണ്ട് CBI അന്വേഷണം നടന്ന പ്രശ്നമില്ല എന്ന് കോടതിയാണ് പറഞ്ഞത്, ഗവൺമെൻറ്റല്ല. അതാണ് ഗവൺമെൻറ്റിൻ്റെ സുതാര്യതയെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ജനങ്ങളുടെ ബോധ്യം.